ഇത്രയും അടുത്തായിട്ടും ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് പോണേ. ഇത് മഴൂര് ധർമ്മിക്കുളങ്ങര ശ്രീ ബലഭദ്രസ്വാമി ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ബലരാമന്റെ ക്ഷേത്രമാണ്. ഇത് പോകാനുള്ള മെയിൻ റീസൺ ആണ് ഇവരെ ഇവിടെ ഇരുന്ന് വായിക്കുന്നത്. അമ്മയും വല്യമ്മയും ഒക്കെ നാരായണീയ പാരായണ ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പൊ അവരെ നാരായണീയ എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പോയതങ്ങ്. അമ്മ ഉണ്ടായില്ല, വല്യമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വല്യമ്മ പറഞ്ഞിട്ട് അറിയുന്ന ഐതിഹ്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇവിടത്തെ കുറിച്ച്. അതായത് പണ്ട് ഇതൊരു കർഷക ഗ്രാമമായിരുന്നു. ഈ മഴ പെയ്യാത്തത് കൊണ്ട് വരൾച്ച ആയിരുന്നു അത്രേ. അപ്പോൾ അവിടെയുള്ള ഒരു ഭക്തൻ ബലഭദ്രനെ പ്രാർത്ഥിച്ചു അത്രേ. ബലഭദ്രൻ കർഷകരുടെയും ബലത്തിൻ്റെയും ദൈവമായതുകൊണ്ട് ആ ഭക്തന്റെ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് ആ നാടിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവിടെ കൃഷിയൊക്കെ പുനർജനിച്ചു എന്നാണ് അവിടുത്തെ ഐതിഹ്യം പറയുന്നത്. കേരളത്തിൽ ബലഭദ്രനെ മാത്രം പ്രതിഷ്ഠ ചെയ്ത ഒരു റേർ ക്ഷേത്രമാണ് ഇത്. ഇന്നിവിടെ നാരായണീയം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നല്ലേ? ഇന്ന് തൊട്ട് മാർച്ച് 20-ാം തീയതി വരെ നമ്മളെ തൃച്ചംബര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവമാണ്, വലിയ ഉത്സവം. ഈ ടൈമിൽ മഴൂരപ്പൻ കൃഷ്ണനെ കാണാൻ വേണ്ടി തൃച്ചംബര ക്ഷേത്രത്തിലേക്ക് പോകും. ഇതെനിക്ക് വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ കേൾക്കാൻ നല്ല രസമായോണ്ട് ഞാൻ കുറച്ച് സമയം വല്യമ്മേൻ്റെ ഒപ്പം സ്റ്റേജിൽ കയറി അതൊക്കെ കേട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഫുൾ സ്റ്റാർട്ടിങ്ങിനെ കേൾക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരൊരു 7 മണിക്ക് തുടങ്ങി. ഇതിപ്പോൾ ടൈം ഒരു 12 മണിയാവാനായി. എന്നാലും ഇത്ര തന്നെ കേട്ടത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നിട്ട് ഞാൻ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് തൃച്ചംബര അമ്പലത്തിൽ കൊടിയേറ്റം കാണാൻ വേണ്ടി പോയി. അപ്പം നെക്സ്റ്റ് വീഡിയോ അവിടെ